ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, നമ്മൾ ഇതുവരെ നമ്മളെ ചാനലിൽ കാണാതെ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ചേട്ടാ. നമ്മൾ പോകാൻ പോകുന്നത് പട്ടാന്നൂർ കുളപ്പ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ദശാവതാര ചന്ദനച്ചാർത്ത് കൂടെ നടക്കുന്നുണ്ട്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ കാര ഭട്ടതിരി ഇല്ലത്ത് നമ്മുടെ കൃഷ്ണപ്രസാദ് ഭട്ടതിരി, നമ്മുടെ പ്രസാദേട്ടനാണ് അത് ചെയ്യാൻ പോകുന്നത്. പ്രസാദേട്ടൻ ഈ ചന്ദനച്ചാർത്ത് ചെയ്യാറുണ്ടെന്ന് നമ്മളെ ശ്രീകേഷ്, നമ്മളെ പുറൂരമ്പലത്തിൽ വായർ നമ്മളെ ചങ്ങായിയാണ് ശ്രീകേഷ് പറഞ്ഞിട്ട് ഞാൻ അന്നേ അറിഞ്ഞിരുന്നു. നമ്മളെ അമ്പലത്തിൽ ഒരു ദിവസം അദ്ദേഹം ഈ ചന്ദനച്ചാർത്ത് നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഗൾഫിലായിരുന്നു. അപ്പോൾ ഇന്നത് കാണാനുള്ള ഭാഗ്യം വന്നെത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രസാദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രസാദേട്ടൻ എന്ന് പറയുന്നത് ബഹുമാനത്തോടും എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിനെ ഞാൻ 2 പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 2 പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ആ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെയാണ് അവിടെ പോകുന്ന ഭക്തന്മാരും പറയുന്നത്. പ്രസാദേട്ടൻ നമ്മളെ താറ്റിയോട് അമ്പലത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ അദ്ദേഹവും അവിടെയുള്ള ഭക്തന്മാരും തമ്മിലുള്ള ബന്ധമെല്ലാം ഇതേപോലെയാണ്. ഭയങ്കര ആത്മബന്ധം. ഒരിക്കൽ കണ്ടാൽ തന്നെ, ഒരിക്കൽ കണ്ട് സംസാരിച്ചാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം. അതിന് പുറമെ അദ്ദേഹത്തോട് സംസാരിക്കാൻ സമയം കിട്ടുമെങ്കിൽ നമുക്കതും ചെയ്യാം. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മനസം ഹൃദി ഭാവയാമി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ. ദേവനാരായണ രാമ രാമ ഹരേ ശ്യാമളോയം കുമാരരും നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ.
ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
പട്ടുവളം പൂജാമുറി ചങ്ങായിമാരെ നാളത്തെ ചന്ദന ചാർത്തിനുള്ള ചന്ദനം തയ്ക്കുന്നതായിട്ടാ കാണുന്നത്. ഒറിജിനൽ ചന്ദനം വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ടാണ് ഈ ചന്ദന ചാർത്ത് നടത്തുന്നത്. ഞാൻ ആദ്യം കളവാന്നാണ് വിചാരിച്ചേട്ടാ, കളവ ചേർത്താന്ന് വിചാരിച്ചു. ചന്ദനം തയ്ക്കുന്നതാണ് കാണുന്നത് നാളത്തേക്ക് വേണ്ട. ഇദ്ദേഹമാണ് തയ്ച്ചെടുക്കുന്നത്. എത്ര സമയം എടുക്കുമോ? എന്തായാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വേറെ എന്തൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത്? ഇതിനകത്ത് പനിനീര് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചക്കർപ്പൂരം എന്ന് പറയും. നമ്മുടെ സാധാരണ കർപ്പൂരല്ല, വേറെ ടൈപ്പ് അല്ലേ? കത്തും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഇതിന്റെ വെള്ളം സെറ്റ് ചെയ്യാനുള്ള ഡ്രിപ്പ് ഇടുന്ന പോലെ അല്ലേ ഹോസ്പിറ്റലിൽ? അങ്ങനെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സുദേവ്. സുദേവ്. എവിടെയാ സ്ഥലം? എവിടെയാ? കുറ്റ്യാട്ടൂർ. കുറ്റ്യാട്ടൂരാ? നമ്മളെ നാട്ടിൽ തന്നെ. സന്തോഷം കണ്ടത്. നമസ്കാരം. നമസ്കാരം. ഈ ഇന്നത്തെ ദശാവതാരത്തിൻ്റെ ചന്ദന ചാർത്ത് ആദ്യത്തെ ദിവസമല്ലേ? അതെ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് വിശദമാക്കി തരാൻ പറ്റുമോ? നമസ്കാരം. അതിൻ്റെ പേരൊന്ന് പറഞ്ഞോ. ഞാൻ കൃഷ്ണപ്രസാദ് ഭട്ടതിരി, കൂടാളി താറ്റോട്ട് ശ്രീ മഹാവിഷ്ണുക്ഷേത്രം മേശാന്തിയാണ്. ഇതിൽ ഓരോ ഭാവട്ടിനും നമ്മൾ മുന്നേ പരിചയമുള്ളതാണ്. അവിടെ അമ്പലത്തിൽ താറ്റോട്ട് വന്നിട്ട് പരിചയമുള്ളതാണ്. അതുപോലെ അങ്ങേ അറിയാത്ത ആരും ഇല്ല, എങ്കിലും ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അതാണ് പേര് ചോദിച്ചത്. തീർച്ചയായും സന്തോഷമായത് ഒരു ഭഗവാന്റെ അനുഗ്രഹമാണ്. പിന്നെ ദശാവതാര ചന്ദന ചാർത്താണ് ഇന്നിപ്പോൾ കുളപ്പ ശ്രീ മഹാവിഷ്ണുക്ഷേത്രം സന്നിധിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ദശാവതാര ചന്ദന ചാർത്ത് പറഞ്ഞാൽ അതായത് ഭഗവാൻ ഒത്തിരി അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ 10 അവതാരങ്ങൾക്കാണ് പ്രാധാന്യം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, കൽക്കി, അങ്ങനെ 10 അവതാരങ്ങളും 11ാമത്തെ ദിവസം വിശ്വരൂപം മഹാവിഷ്ണു രൂപത്തിൽ ചതുർബാഹു രൂപത്തിൽ ചന്ദനം ചാർത്തി. അങ്ങനെ 11 ദിവസമായിട്ടാണ് ദശാവതാര ചന്ദന ചാർത്ത് സമർപ്പണമായിട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പം മത്സ്യരൂപം ആണ്, മത്സ്യാവതാരമാണ് ഇന്ന് തുടക്കത്തിൽ ചാർത്തിയിട്ടുള്ളത്. അമ്പലത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ അമ്പലത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ്. മറ്റ് പിന്നെ ചതുർബാഹു രൂപത്തിലൊക്കെ മുഴുക്കാപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദശാവതാര ചന്ദന ചാർത്ത് ഇവിടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഐതിഹ്യ കാര്യങ്ങളൊന്നും? മത്സ്യാവതാരം അതായത് ഭഗവാൻ അതായത് പിന്നെ ധർമ്മങ്ങൾക്ക് അതായത് ക്ഷയം സംഭവിക്കുമ്പോഴാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്. അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നർത്ഥം. അതായത് ഭഗവാൻ ഓരോ രൂപത്തിൽ അസുര നിഗ്രഹം അതായത് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുന്നതാണ് അവതാരങ്ങൾ. അപ്പോൾ മത്സ്യാവതാരം എടുത്തത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിച്ച ഹയഗ്രീവൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യാവതാരം ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ആ മത്സ്യാവതാരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വേദങ്ങൾ നമ്മൾ വീണ്ടെടുക്കാറ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ ആ അറിവ് നമുക്ക് ഈ മത്സ്യാവതാരം ദർശിക്കുന്നതിലൂടെയും വഴിപാട് ചെയ്യുന്നതിലൂടെയും നമുക്ക് അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം കൂടിയാണ് നമ്മളിതിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മത്സ്യാവതാരം, നാളെ ഇനി കൂർമാവതാരമാണ്. കൂർമ്മ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് അതായത് പാലാഴി മദന സമയത്ത് പിന്നെ മന്ദരപർവ്വതം കാണുപോകുമ്പോൾ ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് ആ പാലാഴി മദനത്തിന് സഹായകരമാവുകയാണ് ചെയ്തത്. അതാണ് നാളത്തെ അവതാരത്തിൻ്റെ പ്രാധാന്യം. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുത്ത് പഠിക്കാൻ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് ആദ്യം പിന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാനിപ്പം അവിടെ താറ്റോട്ട് 20 വർഷമായി, 21 വർഷത്തോളമായി. അതായത് അവിടെ ദശാവതാര ചന്ദന ചാർത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇത് തെക്കൻ ജില്ലകളിലാണ് കൂടുതലായിട്ട്. നമ്മളെ വടക്കൻ ജില്ല മലബാറിൽ കുറവാണ്. ഇപ്പം അത്യാവശ്യം ചെയ്തു വരുന്നുണ്ട്. അപ്പം 2016-17 കാലഘട്ടത്തിലാണ് എനിക്കിങ്ങനെ ഒരു ആശയം ഈ ഭാഗത്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളെ ക്ഷേത്രത്തിൽ ചെയ്യണമെന്നില്ല. ഞാൻ നമ്മളെ തന്ത്രിവേദി പത്മനാഭ ഉണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തോട് ഇങ്ങനെ കാര്യം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ തീർച്ചയായിട്ടും ചെയ്യാം, പക്ഷേ പുറത്തുനിന്ന് ആരും കൊണ്ടുവന്ന് ചെയ്യേണ്ട, താങ്കൾ തന്നെ ചെയ്താൽ എന്നോട് തന്നെ ചെയ്താൽ മതി.
എന്ന് പറഞ്ഞു. ആ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആശീർവാദമൊക്കെയാണ് ഈ ദശാവതാര ചന്ദന ചാർത്തിനെയൊക്കെ മുതൽക്കൂട്ടായത്. ആ ഇതിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അന്ന് താറ്റൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് ദശാവതാര ചന്ദന ചാർത്ത് ചെയ്തത്. ഇത് സ്വയം ചെയ്ത് പഠിച്ചാണോ അല്ല? സ്വയം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഈ പിന്നെ ദശാവതാര ചാർത്തല്ലാതെ മഹാവിഷ്ണു രൂപത്തിൽ ചാർത്ത, ചതുർബാഹു രൂപത്തിൽ ചാർത്താറുണ്ട്, മുഴുക്കാപ്പായിട്ട് ചാർത്താറുണ്ട്. അത് മറ്റു ക്ഷേത്രങ്ങളിലും പോയി ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ആശയം കൊണ്ടപ്പോൾ എറണാകുളത്തുള്ളൊരു പിന്നെ പ്രസാദേട്ടൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് ചെയ്യുന്ന അവിടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ അദ്ദേഹം ചെയ്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ബാക്കിയെല്ലാം സ്വയം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പിന്നെ ഭഗവാന്റെ അനുഗ്രഹം. തീർച്ചയായും നമ്മളിപ്പോൾ ഏത് രൂപത്തിലും ചാർത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഇത് ചെയ്യാൻ പറ്റില്ല. അതെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചന്ദന ചാർത്ത് ഇപ്പം എത്ര ടൈം എടുക്കും ഈ ഒരു രൂപത്തിലായി വരാൻ? ഇങ്ങനെ ഒരു 2.5-3 മണിക്കൂർ വേണം. ഇത് പ്രധാനപ്പെട്ട ക്ഷമയാണ് വേണ്ടത്. ക്ഷമയില്ലെങ്കിൽ നടക്കില്ല. കാരണം നമ്മൾ പിന്നെ ചന്ദനം അരച്ചിട്ടുള്ള പ്യൂറായിട്ടുള്ള ചന്ദനം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിപ്പം നമ്മളിവിടെ കണ്ട്, അതായത് ചന്ദനം കൊണ്ടുവന്ന് പ്യൂർ ചന്ദനം കൊണ്ടുവന്ന് അത് അരക്കുന്നതൊക്കെ കണ്ട്, അതും അതുപോലെ 2 മണിക്കൂറൊക്കെ വേണം അരച്ച് ഇങ്ങനെ ആവാൻ. പിന്നെ അതിൽ കുറേ ചേരുവകൾ ഒക്കെ ഉണ്ട്, മണത്തിനൊക്കെ ഉണ്ട്. ആ ചന്ദനത്തിൻ്റെ കൂടെ നമ്മൾ പച്ചക്കർപ്പൂരം, അതുപോലെ പനിനീര്, ഡാബറിൻ്റെ ശുദ്ധമായിട്ടുള്ള പനിനീരുമാണ് ഉപയോഗിക്കുന്നത്. മറ്റ് കെമിക്കലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം ഉള്ളിലിരിക്കുന്ന ദേവന് ചൈതന്യമുണ്ട്. അതിന് ചൈതന്യം ലോപം വരുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒന്ന് പൂജ ചെയ്യുന്ന നമ്പൂതിരി ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് അർത്ഥമില്ലല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ട് ചന്ദനം അരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ചിട്ട് കൈകൊണ്ട് അരച്ചിട്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കില്ല. അതിന് പിന്നെ അതിന് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മെഷീൻ വെച്ചിട്ട് ചന്ദനം അരച്ചിട്ട് മെഷീനിൽ തന്നെ 2 മണിക്കൂർ വരുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് അതിന് കൂടുതൽ സമയം വേണം. ഈ 11 ദിവസത്തേക്കൊന്നും ഒരാളെയും കിട്ടില്ല. കാരണം വെച്ചാൽ അത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാട്ടാ ഒരു ചോദ്യം കൂടാ. ഈ കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെ സ്ഥലത്ത് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് ഈ ചന്ദന ചാർത്ത് ചെയ്യാൻ വേണ്ടി? അതുപോലെ കണ്ണൂർ ജില്ലക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? കണ്ണൂർ ജില്ലക്ക് പുറത്ത് പിന്നെ കാസർഗോഡ് ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട്. പിന്നെ മാഹിയിൽ ഒളവിലം ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രം, നമ്മുടെ തന്ത്രിയുടെ തരണല്ലൂരിൻ്റെ തന്ത്രൂരിലെ ആ ക്ഷേത്രത്തിലും 2 വർഷം ദശാവതാര ചന്ദന ചാർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങളിലും മുഴുക്കാപ്പ് ചതുർബാഹു രൂപത്തിൽ ദശാവതാരം അല്ലാതെ മറ്റു ദിവസത്തെ ചന്ദന ചാർത്തിന് പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഈ ദശാവതാരം നമ്മളിപ്പോൾ 1ാമത്തെ ദിവസമാണല്ലോ കണ്ടത്. ഈ ദശാവതാരം മുഴുവൻ കാണുന്നതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഫലസിദ്ധി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് ദശാവതാര രൂപത്തിൽ ഭഗവാൻ, ഇത് നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചതുർബാഹുരൂപത്തിലുള്ളതാണ്. ഈ ശംഖുചക്രം ഗദാപത്മം ധരിച്ചിട്ടുള്ള വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തിൽ നമ്മൾ 10 രൂപത്തിലുള്ള ഭഗവാന്റെ അവതാരങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെയധികം പുണ്യം സുഹൃതം തന്നെയാണ്. കാരണം ഇത് തൊഴാനും ഒക്കെ പറ്റുന്നത് നമ്മൾ മാത്രം മഹാഭാഗ്യം കൂടെ വേണം. അത് തീർച്ചയായിട്ടും ഭാഗ്യം വേണം. ഇപ്പം നിജിൽ തന്നെ ഞാനിപ്പം ഇന്നലെ ഇങ്ങനെ സൂചിപ്പിച്ച്, അപ്പോൾ ഇന്ന് വന്നപ്പോൾ നിജിലിൻ്റെയും ബാവയുടെയും അനുഭവം ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ഞാൻ മനസ്സിലാവില്ല. ഇപ്പം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിവില്ലായിട്ടായിരിക്കാം, നിവേദ്യം എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ കണ്ടത് ചന്ദന ചാർത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയാണ് അറിയുന്നത്. ഇതിപ്പോൾ നേരിട്ട് വന്നിട്ട് കണ്ട് ശരിക്കും എന്താ പറയണ്ട, മത്സ്യകന്യകൻ്റെ ആ ഒരു രൂപം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു നല്ലൊരു സന്തോഷവും തോന്നി. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ പൂജ ചെയ്യുന്നതായാലും ഇതുപോലെ ചന്ദന ചാർത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ
ജനങ്ങൾ ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും അതൊക്കെ ഭഗവാനൊന്ന് ഉണർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ ഭഗവാന്റെ മുന്നിലെത്തിയിട്ട് ഭഗവാനോട് പറയുമ്പോൾ ഈ രൂപത്തിൽ കാണുമ്പോൾ ആ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ആ ഒരു നിമിഷത്തേക്കെങ്കിലും അവരുടെ ആ സങ്കടവും വിഷമവും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നാളിപ്പം കൂർമ്മം, പിന്നെ വരാഹം, നരസിംഹം, ഒരു കൃഷ്ണാവതാരം ഒക്കെ എനിക്ക് ഒത്തിരി ഫലസിദ്ധികളുണ്ട്. അതായത് നരസിംഹാവതാരമൊക്കെ ശത്രുനാശം ഒക്കെയാണ്. പിന്നെ വരാഹാവതാരത്തിന് ഭൂമി ലാഭം, കൃഷ്ണാവതാരത്തിന് ഒരു സന്താനലബ്ധി, വിവാഹ തടസ്സം, ഇതൊക്കെ നീങ്ങാനും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് ഈ ചന്ദനച്ചാർത്ത്. അത് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ലാന്നില്ലാന്ന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇപ്പം ഇത് നമ്മൾ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയി ദർശിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ചന്ദനച്ചാർത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓരോ ദിവസവും ഒരു വ്യക്തിൻ്റെ ആ ഒരു സമർപ്പണമാണ്. ഇതിപ്പോൾ ഇവിടെ ചന്ദനച്ചാർത്ത് ചെയ്യുന്നത് എൻ്റെ അമ്മാവൻ്റെ പ്രാർത്ഥനയായിട്ടാണ്. അതായത് വാസുദേവൻ നമ്പൂതിരി, പിന്നെ അമ്മായി മീന അന്തർജനം, പിന്നെ അവരുടെ മക്കളുടെയും എല്ലാവരുടെയും പിന്നെ പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ദശാവതാര ചന്ദനച്ചാർത്ത് ചെയ്യുന്നത്. അതിൽ ഭക്തജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള ഒരവസരം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? അങ്ങനെ എൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. പാച്ചമംഗലം ഇല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലം ഇവിടെ തന്നെയാണ്. നമ്മുടെ ഒരു സ്ഥലത്തിൽപ്പെടുന്നതായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായിട്ടുള്ള ഭൂമി. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ആ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തടസ്സങ്ങൾ വന്നപ്പോൾ ഒരു പ്രശ്നം വെച്ച് ജ്യോതിഷീനെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇതിനടുത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം ഉണ്ട്. അപ്പോൾ അവിടെ ശരിയായാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെയും പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് കണ്ടു. അപ്പോൾ അവർ നാട്ടുകാർ കുറച്ച് ആൾക്കാർ വന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമുക്കിവിടെ ഒരു ക്ഷേത്രം പണിയാനുള്ള ഇത് സമ്മതം തരണം എന്ന് പറഞ്ഞ് അപ്പോൾ അച്ഛൻ ഇതിനായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഉയർന്നു വന്നത്. ഇപ്പോൾ ഒരു ഗ്രാമക്ഷേത്രം എന്നുള്ള നിലക്ക് അങ്ങനെ വലിയ ഇതിലുള്ളൊരു ക്ഷേത്രമായൊന്നും പറയാൻ പറ്റില്ല. വരുമാനം എന്നുള്ളൊരു ക്ഷേത്രമല്ല. സാധാരണക്കാരുടെ ചെറിയ ചെറിയ സേവിങ്സ് കൊണ്ട് ഇന്നത്തെ ഒരു സ്റ്റേജിലെത്തിയതാണ്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഈ നടപ്പന്തലിന് വേണ്ടിയിട്ടുള്ള ഈ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ഓരോ പടിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ പില്ലറിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ടാണ് ഇത്രയും മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ സപ്താഹയജ്ഞമാണ് ഇപ്പം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചന്ദനച്ചാർത്ത് എന്നുള്ളത് ക്ഷേത്രങ്ങളിൽ അത്യപൂർവമായിട്ടാണിത് കണ്ടുവരുന്നത്. കാരണം അത് ഒന്നാമതത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ കുറവാണ്. സാധാരണ ഈ വിശ്വരൂപം മാത്രം ക്ഷേത്രങ്ങളിൽ ചന്ദനച്ചാർത്തിലൂടെ ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധാരണ കണ്ടുവരുന്നത്. മറ്റുള്ള ഈ ദശാവതാരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു വഴിപാടായിട്ട് നമ്മൾ തന്നെ ഇത് നടത്താമെന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഇതായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതോടൊപ്പം തന്നെ ഈ സപ്താഹയജ്ഞവും കൂടെ നടത്തി നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയുടെയും കാര്യമായ ശ്രമങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നമ്മളും കൂടി ചേർന്നിട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങ് ഈ അമ്പലത്തിൻ്റെ ആരെങ്കിലുമായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഇതിൻ്റെ രക്ഷാധികാരിയാണ് ഇപ്പോൾ. അപ്പോൾ ഈ സപ്താഹം നമ്മളിപ്പം മൂന്നാമത്തെ ദിവസം മുതലേ തുടങ്ങും. 3-ാം തീയതി, ഏപ്രിൽ 3-ാം തീയതി മുതലാണ് സപ്താഹം തുടങ്ങുന്നത്. നമ്മളിതിപ്പം ഇന്ന് മാർച്ച് 31 മുതൽ ഇത് തുടങ്ങി. ചന്ദനച്ചാർത്തും സപ്താഹയജ്ഞവും ഏപ്രിൽ 10-ാം തീയതി ഒരേ ദിവസമാണ് സമാപ്തി ആവുന്നത്. ഈ സപ്താഹത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? സപ്താഹം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഈ പരീക്ഷിത്ത് മഹാരാജാവിനെ പാമ്പ് കടിച്ച് മരിക്കുന്നുള്ളൊരിത് വന്നപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അദ്ദേഹത്തിന് ഈ ഭാഗവതം കഥകൾ 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് രാജാവിന് മോക്ഷം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 7 ദിവസം ഈ കഥ പറഞ്ഞു കൊടുത്തതിൻ്റെ ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സപ്താഹം 7 ദിവസം കൊണ്ട് നടത്തുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗവത കഥകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഭാഗവതം ചൊല്ലി അതിൻ്റെ കഥകൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് തന്നെ വളരെ പരിശുദ്ധമായ വിശുദ്ധിയുള്ള ഒരു കാര്യമാണ്. ആ മോക്ഷപ്രാപ്തിയിലേക്കും അങ്ങനെ ഭഗവാന്റെ സാമീപ്യം കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ ഭാഗവത സപ്താഹയജ്ഞം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാ വർഷവും ഏത് തീയതിയാണ് ഉത്സവം നടക്കുന്നത്? നമ്മളിപ്പോൾ 2 ഇത് നടക്കുന്നുണ്ട് ഇവിടെ. ഒന്ന് ജൂണിൽ നമ്മൾ പ്രതിഷ്ഠാ ദിനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡിസംബറിൽ 25-നാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത്. ഇനിയിപ്പം നമ്മൾ പുതിയൊരു നവീകരണ കലശം നടത്തേണ്ട സമയം ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ നടത്തി കഴിഞ്ഞാൽ രണ്ടും ഒരേ ദിവസത്തിൽ വരുന്ന രീതിയിൽ ചെയ്യും. നമ്മുടെ ഈ സപ്താഹത്തിൻ്റെ ആചാര്യനായിട്ടുള്ളത് കാവനാട് രാമൻ നമ്പൂതിരി ഇരിഞ്ഞാലക്കുടയാണ്. വളരെ പ്രസിദ്ധനായ ഒരു സപ്താഹ യജ്ഞാചാര്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ കാഞ്ഞിരക്കാട് മിഥുൻ നമ്പൂതിരി, ദേവരാജൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാരായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ തന്ത്രിവര്യൻ നമ്മൾ തരണനെല്ലൂർ ഉണ്ണി നമ്പൂതിരി, പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സോട് കൂടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. അദ്ദേഹം ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. മേൽശാന്തി ആരാണ്? മേൽശാന്തി ഇപ്പം കാസർഗോഡ് ഭാഗത്തുള്ള ഒരു നാരായണ ഭട്ട് എന്ന് പറയുന്ന അദ്ദേഹമാണ്. നമസ്കാരം. നമസ്കാരം പറഞ്ഞു. എന്താണ് പേര്? നീന വാസുദേവൻ. നീന വാസുദേവൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലേ? അപ്പോൾ ഈ ഇതിനെപ്പറ്റി ഒന്ന് ഇത് ഞാൻ തന്നെ നേർന്നിരുന്നതാണ് ഈ വഴിപാട്. ചന്ദനച്ചാർത്ത് 2 വർഷം മുമ്പേ നേർന്നിരുന്നതാണ്. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴേ സാധിച്ചത്. ഇപ്പോഴാണ് സാഫല്യമായത്. അതെ അതെ ഇപ്പോഴാണ് അത് സാധിച്ചിട്ടുള്ളൂ. അത് ഭഗവാന്റെ തീരുമാനമാണല്ലോ എല്ലാം. അപ്പോൾ 2 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി ഒത്തു വന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അത് ഇപ്പോഴാണ് സാധിച്ചത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ മാതൃസമിതി പ്രസിഡൻ്റാണ് ടീച്ചർ, ഞാൻ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഒരു വിജയത്തിലേക്ക് എത്തി. അതെ ആവുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇത് തന്നെ അമ്പലത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ് വലിയ, അതായത് പേരുകേട്ട ഒരു അമ്പലമായിട്ട് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ പേരുകേട്ട അമ്പലത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ, പിന്നെ ചന്ദനച്ചാർത്ത് അതിവിടെ ഉണ്ടായി അല്ലേ? അല്ല, എനിക്ക് പിന്നെ ഇത് പണ്ടേ എൻ്റെ സ്ഥലം തെക്കാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, ഈ അമ്പലത്തിലും കൊണ്ടുവരണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും. എൻ്റെ സ്ഥലം അങ്കമാലി. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ പ്രസാദ് മരുമകനാണ്. അപ്പോൾ അവനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അന്നേ മനസ്സിൽ വിചാരിച്ചതാണ്. ശരിക്കും മത്സ്യത്തിൻ്റെ ഒരു അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗുരുവോ അങ്ങനെയൊന്നും ഇല്ലാണ്ട്. അതെല്ലാം വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരുപാട് ഭക്തജനങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വരട്ടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. നമസ്കാരം. പേരെന്തായിരുന്നു അങ്ങയുടെ? ലളിത അല്ലേ? ഈ അമ്പലത്തിൻ്റെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം മാതൃസമിതി പ്രസിഡന്റായിട്ടാണ് ഈ വർഷം തെരഞ്ഞെടുത്തത്. ഈ മാതൃസമിതിൻ്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു ഇവിടുത്തെ? മാതൃസമിതി നല്ലൊരു കൂട്ടായ്മ, ശ്രീപാദം മാതൃസമിതിയാണ്. 28ഓളം സ്ഥിരാംഗങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം ഓരോരോ പൈസ ശേഖരിച്ച് അമ്പലത്തിന് ആവശ്യമുള്ള ധനശേഖരം കൂടി ചെയ്യുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയോട്. പിന്നെ അതുപോലെ തന്നെ തിരുവാതിര അങ്ങനെയുള്ള പരിപാടികളും എല്ലാം ചെയ്യും. അമ്പലം കല്യാണത്തിന് അത് പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. കല്യാണം കഴിയാത്തവരല്ല, കല്യാണം ഇവിടുന്ന് നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ അറിവിലേക്കാണ്, നിങ്ങൾക്ക് കല്യാണം ആവാത്ത ആളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഇവിടെ കല്യാണം കഴിക്കുക അല്ലേ? അതങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്യാണരാമനായ മഹാവിഷ്ണു അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് കല്യാണങ്ങൾ നടക്കണമുണ്ട്. നിങ്ങളെ പേരെന്തായിരുന്നു? ഈ മാതൃസമിതിയിലെ അംഗം അല്ലേ? നമ്മളെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ദശാവതാരം ചന്ദനച്ചാർത്തിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഭംഗിയായി നടക്കട്ടെ, ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഒരു ഭാഗവത സപ്താഹം എല്ലാം നന്നായി നടക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇതൊക്കെ നമുക്കൊക്കെ കാണാൻ സാധിച്ച മഹാഭാഗ്യം അല്ലേ? നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? എൻ്റെ പേര് സന്തോഷ്. ഇവിടുത്തെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ക്ഷേത്ര കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാണ്. എത്ര വർഷമായിട്ട് അങ്ങ് സെക്രട്ടറി ആയിട്ടുണ്ട്? ഞാനിപ്പോൾ 4ാമത്തെ പ്രാവശ്യം, 4 വർഷമായി സെക്രട്ടറി ആയിട്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചതുകൊണ്ട് പിന്നെ എന്തൊക്കെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? ഒറ്റക്കുള്ള നേട്ടമല്ല, കൂട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ. സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, നയിക്കുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിൽ നയിക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വം എന്നതിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പം നമ്മൾ നടപ്പന്തലിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫില്ലറിൻ്റെ ഇതായിട്ടും ബാക്കിയുള്ള
സാമ്പത്തികം ഭക്തരിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ മുന്നോട്ടാണ് പോകുന്നത്. അതിൽ നമ്മളിപ്പം ഇവിടെ ആദ്യമായിട്ടാണ് ചന്ദനം ചാർത്ത്, ദശാവതാര ചന്ദനം ചാർത്ത് എന്നത് രണ്ടാമതാണ് ഭാഗവത സപ്താഹ യജ്ഞം. അപ്പോൾ ആദ്യത്തേത് നല്ല രീതിയിലുള്ള വിജയമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭക്തരും എല്ലാവരും അത് അടുത്തതും അതേ രീതിയിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭക്തരുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ജനങ്ങളോടൊന്ന് പറഞ്ഞ എല്ലാവരും നമ്മളെ വാർഷിക ഉത്സവം വരുന്നത് ഡിസംബർ 24-25 ഇതിപ്പം കഴിഞ്ഞ്. ഇപ്പം നമ്മൾ ഈ സപ്താഹം എന്ന് പറഞ്ഞത് ഏപ്രിൽ 3 മുതലാണ് തുടങ്ങുന്നത്. ഏപ്രിൽ 3 കുളപ്പ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടി അന്ന് ഇവിടെ ആചാര്യവരണം ആചാര്യനെ സ്വീകരിക്കലാണ്. പിന്നെ ഏപ്രിൽ 4 മുതലാണ് സപ്താഹം തുടങ്ങുന്നത്, രാവിലെ 6 മണി മുതൽ. അപ്പോൾ സപ്താഹത്തിന് ദിവസങ്ങളിൽ രാവിലെയും ഉച്ചക്കൊക്കെ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഭക്തരെല്ലാം രാവിലെ മുതലേ ഇവിടെ വരിക, വൈകുന്നേരം വരെ സപ്താഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് സപ്താഹ വായന കേട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. അപ്പോൾ ഉച്ചക്ക് അന്നദാനമൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ വരിക, വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുക. അതാണ് പിന്നെ ഭക്തരോട് പറയാനുള്ളത്. നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? നാരായണ ഭട്ട്. ഇവിടുത്തെ മേൽശാന്തി ആയിട്ടല്ലേ? മേൽശാന്തി ആയിട്ട് ഒരു 8 മാസമായി വന്നിട്ട്. 8 മാസം. അപ്പോൾ ഏപ്രിലേക്ക് ഒരു കൊല്ലാവും. പേരൊന്ന് കൂടി പറയും. നാരായണ ഭട്ട്. നാരായണ ഭട്ട് ബായാണ്. പറഞ്ഞത് കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡല്ലേ സ്ഥലം, പ്രദേശം? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഭഗവാനക്ക് ഒരു വിശേഷ ശക്തിയുണ്ട്. എന്നാൽ നമ്മൾ എന്തായാലും ഒരു ആരോഗ്യത്തിലോ ഇല്ല മനസ്സിക്ക് വിഷമോ അല്ല നമ്മൾ ആർത്തിക്കായിട്ട് കാസിൻ്റെ കാര്യത്തിൽ എന്തായാലും വിഷമം അത് നമ്മൾ നല്ലതായിട്ട് ഒരു വിശ്വാസത്തിൽ പരത്തി എന്തായാലും അത് അവർക്ക് ശരി. അത് എനിക്ക് അനുഭവം അത്ര എല്ലാ വിചാരത്തിലും ഒന്നും പ്രശ്നം ഉണ്ടായില്ല. അവരുടെ ഭക്തി എത്ര ഉണ്ട് അതനുസരിച്ചിട്ട് പലവരും അത്ര അതെൻ്റെ അനുഭവത്തില്ല. അങ്ങനെ പലരും ഫലസിദ്ധി നേടിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് കുറേ ആൾക്ക് എത്ര ഒരു മനസ്സൊക്കെ സമാധാനം കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു ഇപ്പം ഒരാൾ ഈ നിറമാല കഴിക്കുന്നത് പറഞ്ഞിട്ട് അവർക്ക് സാധാരണ നമ്പൂരിമാരോടാണ് പൂജാരിമാരോടാണ് വന്ന് സങ്കടം പറയുന്നതും അതുപോലെ നമുക്ക് എന്ത് കാര്യമാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യം പറയുന്നതും അത് സാധിച്ചു കഴിഞ്ഞാൽ അങ്ങയോട് തന്നെയാണ് വന്ന് പറയുക അല്ലേ? അങ്ങനെയുള്ള കുറേ അനുഭവം ആൾക്കാരുണ്ട്. വന്നിട്ട് രണ്ടാമത്തെ വന്നിട്ട് പറഞ്ഞ നാളുണ്ട്. അപ്പോൾ സന്തോഷം അങ്ങനെ കണ്ടതിലും സംസാരിക്കാൻ സാധിച്ചതിലും. ഇനി ഒരുപാട് കാലം ഭഗവാനെ സേവിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കണക്ക് എന്തുണ്ട് അതേപോലെ പോകുന്നു മാത്രം. നമ്മൾ വിചാരിക്കുന്ന പോലെ ആകുന്നില്ല. അത് എന്താ എനിക്ക് ഇവിടെ വരുന്നത് ഇതെല്ലാം ഒരു അത് അറിയില്ല, ഒന്നും അറിയില്ല. എന്തോ ഇവിടെ എത്തിയിട്ടുണ്ട്, ഭഗവാനെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ എന്തേ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഭഗവാൻ പറഞ്ഞിട്ട് മുമ്പ് പോകുന്നു. സന്തോഷം. ശരി ചേട്ടാ, ഒരുപാട് നന്ദി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചന്ദനച്ചാർത്ത് കാണുന്നത്. അങ്ങയുടെ ആ ഒരു വിളിക്കാൻ തോന്നിയ മനസ്സിനെ ആദ്യം തന്നെ പിന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ നിങ്ങളോട് സംസാരിച്ചവരും പിന്നെ നിങ്ങളോട് കൂടുതൽ ഇടപഴകിയവരും എന്തായാലും മറക്കാനിടയില്ല. ഭഗവാന്റെ പ്രതിപുരുഷനായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വരാനും ഈ ചന്ദനം ചേർത്ത് കാണാനും ഇവിടെയുള്ള എല്ലാവരോടും സംസാരിക്കാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങയുടെ ഈ ചിരിച്ച മുഖം പോലെ തന്നെ പോയ സ്ഥലത്തെല്ലാം ഇത്രയും പ്ലസൻ്റായിട്ട് അല്ലേ? ഈ അമ്പലത്തിലായാലും എവിടെ പോയാലും നിജിൽ പറഞ്ഞ പോലെ അങ്ങേ ആരും മറക്കില്ല. ഈ ഒരു ചിരിച്ച മുഖം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതുപോലെ നമുക്ക് കുറേ അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അതിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഭഗവാനെ സേവിക്കാനും ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുക്കാനും എല്ലാം ആയുസ്സും ആരോഗ്യമെല്ലാം ഭഗവാൻ തന്നെ തരട്ടെ. അല്ല, ഭഗവാൻ അറിഞ്ഞുകൊണ്ടിട്ട പേരാണ് കൃഷ്ണപ്രസാദ്. പ്രസാദം അദ്ദേഹം എന്തായാലും കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കാരണം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. പിന്നെ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം, പൂർവികരുടെയും അച്ഛനമ്മമാരുടെയും ഗുരുജനങ്ങളുടെയും പിന്നെ ഒക്കെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ അത് വീണ്ടും എല്ലായ്പ്പോഴും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിളിച്ചിട്ട് ഈ സന്നിധിയിൽ വന്നതിന് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം
നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആ പാദം തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ചങ്ങായിമാരെ, അമ്പലത്തിനെല്ലാം വീട്ടിലെത്തിയേട്ടാ. ഇന്നവിടെ പോകാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ചന്ദനച്ചാർത്ത് കാണാത്തവർക്കായി ഞാനിത് സമർപ്പിക്കുന്നു കേട്ടോ ഈ വീഡിയോ. പിന്നെ നമ്മളെ പ്രസാദം അറിഞ്ഞതുകൊണ്ട് നമുക്കവിടെ പോകാൻ സാധിച്ചു. പ്രസാദിനോട് അവിടെ നിന്ന് പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു, എന്നാലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ദൂരത്തല്ലേ ഈ ചന്ദനച്ചാർത്ത് ചെയ്യുന്ന ആൾക്കാരുള്ളൂ എന്നാണ് അവർ അറിയാൻ സാധിച്ചത്. അപ്പോൾ പ്രസാട്ടൻ്റെ അടുത്ത് തന്നെയുള്ള താറ്റോട് അമ്പലത്തിലാണ് പിന്നെ മേൽശാന്തിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര അടുത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ അവിടെ പോക്കുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.